ചില ക്രൈസ്തവ സഭകൾക്ക് ഇന്ത്യയിലെ ചുവപ്പ് ഭീകരതയായ മാവോയിസ്റ്റുകളുമായി അടുത്ത ബന്ധമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഛത്തീസ്ഗഡിലെ ഈ പെൺകുട്ടികൾ വന്നിരിക്കുന്നത് നാരായൺപൂർ മേഖലയിൽ നിന്ന്, ബസ്തറിൽ നിന്ന്. ബസ്തറിൽ ഇന്ത്യൻ സൈന്യത്തിന് പോലും പ്രവേശനമില്ലായിരുന്നു. അമിത്ഷായുടെ ഉരുക്ക് കൈകൊണ്ടുള്ള പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇപ്പോൾ നമ്മൾ പിടിച്ചെടുത്തത്. നാരായൺപൂരിൽ ബസ് സർവീസ് ആരംഭിച്ചത് 1 മാസം മുമ്പാണ്. മാവോവാദികളെ ഉന്മൂലനം ചെയ്തു. സ്റ്റാൻ സ്വാമി എന്നൊക്കെ പറയുന്ന ഇവരുടെ ഒരു വിദ്വാനുണ്ടല്ലോ, അങ്ങേർക്ക് ആദരണീയനായ ഒരു മനുഷ്യനാണ്. പ്രായം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല. അദ്ദേഹം ജയിലിൽ കിടന്നു മരിച്ചു എന്നൊക്കെ. ജയിലിൽ കിടന്നല്ല, ആശുപത്രി കിടന്നാണ് മരിച്ചത്. തടവറയിൽ കിടന്നല്ല. ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അസുഖമുണ്ടായപ്പോൾ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു, അവിടെ വെച്ച് മരിച്ചു. പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് പിടിക്കപ്പെട്ട മാവോവാദികളുടെ കയ്യിൽ സ്റ്റാൻ സ്വാമി ഒപ്പിട്ട് കൊടുത്ത ബ്ലാങ്ക് ചെക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് പറയുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഇന്നലെ KP ശശികല ടീച്ചർ ഒരു സന്യാസിയുടെ കൊലപാതകത്തിൻ്റെ കഥ പറഞ്ഞു. അതൊന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ലക്ഷ്മണാനന്ദ സരസ്വതി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ആരാണ് കൊലയാളികൾ? ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊന്നത് മാവോയിസ്റ്റുകളും കത്തോലിക്കരും ചേർന്നാണ്. കാരണം സഭയ്ക്ക് വേണ്ടി മാവോയിസ്റ്റുകൾ ഒഡീഷയിൽ കൊന്നതാണ് ലക്ഷ്മണാനന്ദ സരസ്വതിയെ. പക്ഷേ ലക്ഷ്മണാനന്ദ സരസ്വതി ആരായിരുന്നു? ലക്ഷ്മണാനന്ദ സരസ്വതി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും BJPയുടെയും നേതാവായിരുന്നു. പ്രധാനമായിട്ടും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവായിരുന്നു. ഈ മതം മാറിയ ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന ഗർവാബസി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ലക്ഷ്മണാനന്ദ സരസ്വതി. ഹിന്ദുമതം വിട്ടുപോയവരെ വീണ്ടും ഗോത്രവർഗ ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ട്രൈബൽ മേഖലയിലെ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവര് സ്റ്റാൻ സ്വാമി, ഗ്രഹാം സ്റ്റെയിൻസ് എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ കഥ അതേക്കാളൊക്കെ എത്രയോ ഭീകരമാണ്. ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊന്നത് ഛത്തീസ്ഗഡിൽ നിന്ന് ഈ 30-40 പേരുടെ സംഘമാണ് സ്വാമിജിയെ കൊന്നത്. ആ കൂട്ടത്തിൽ ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന മാവോയിസ്റ്റുകളും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓർക്കണം. ഒഡീഷയിലേക്ക് ഛത്തീസ്ഗഡിൽ നിന്ന് വന്നു ഈ കൊല നടത്താൻ വേണ്ടി മാവോയിസ്റ്റുകൾ വന്നു. അപ്പോൾ 2008 ഓഗസ്റ്റ് 23 രാത്രിയായിരുന്നു ഈ കൊലപാതകം. 2008 ഓഗസ്റ്റ് 24 രാജ്യാന്തര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഞാൻ ആഭിമുഖമായിട്ട് പറഞ്ഞത്. ഇത് സഭയ്ക്ക് വേണ്ടി മാവോയിസ്റ്റുകൾ ചെയ്ത കൊലപാതകമാണ് എന്നുള്ളത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അന്ന് പക്ഷെ നമ്മള് ആ കാലത്തൊക്കെ ഇവിടെ അങ്ങനെയൊന്നും എഴുതില്ലല്ലോ. മതവൈരമാണ്, മതസ്പർദ്ധ ഉണ്ടാകരുത്, ഒഴിവാക്കാനായിട്ട് ഹിന്ദുക്കൾ സഹിഷ്ണുത പാലിക്കേറി എന്ത് ചെയ്താലും മിണ്ടരുത്. രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നൊക്കെ സുനിൽ ഓർക്കുന്നില്ലേ? അങ്ങനെയല്ലേ പത്രങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഈ ലക്ഷ്മണാനന്ദ സരസ്വതി എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് അന്ന് പത്രങ്ങളിൽ വന്നിട്ടില്ല. അതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ റോയിട്ടേഴ്സ് രാജ്യാന്തര ഏജൻസി ആയതുകൊണ്ട് ഇപ്പോഴും ആളുകൾക്ക് നോക്കാം. 2008 ഓഗസ്റ്റ് 24 റോയിട്ടേഴ്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇപ്പോഴും അവൈലബിൾ ആണത്. അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അശുതോഷ് തുഡു എന്ന് പറഞ്ഞ മാവോയിസ്റ്റിനെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട്. ആന്ധ്രയിൽ നിന്നുള്ള ആസാദ് എന്ന പേരുള്ള വെങ്കയ്യ റാവു എന്ന മറ്റുമാണ് മാവോയിസ്റ്റിന്റെ ശരിക്കുള്ള പേര്. ആസാദ് എന്നുള്ള പേരിലാണ് നടന്നുകൊണ്ടിരുന്നത്. അയാളെ അറസ്റ്റ് ചെയ്തു. ശിക്ഷിക്കപ്പെട്ട കൂട്ടത്തിലെ മാവോയിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ അശുതോഷ് തുഡുവിനെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു, മാവോയിസ്റ്റ് നേതാവിനെ. ഈ 2007 ക്രിസ്മസ് തലേക്കൊല്ലം ക്രിസ്മസ് തലേന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ VHP നേതാവായ സ്വാമിജി ഈ ബ്രഹ്മനി ഗാവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് കാരണം ഈ ട്രൈബൽ ആക്ടിവിസ്റ്റാണ് ഈ ഗർവാബസി നടത്തുന്നുണ്ട് സ്വാമിജി. അങ്ങോട്ടുള്ള യാത്രയിൽ സ്വാമിജിയെ സുഗ്രീവ് സിംഗ് തടഞ്ഞു. സുഗ്രീവ് സിംഗ് എന്ന് പേര് കേട്ട ആളുകൾ ഹിന്ദുവാന്ന് വിചാരിക്കും. കാത്തലിക് പാനോ ആണ് അയാൾ. പാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്ര വിഭാഗമാണ്.
ആ പാനോ ഗോത്ര വിഭാഗത്തിൽ നിന്ന് മതം മാറ്റപ്പെട്ട ആളാണ് ഈ സുഗ്രീവ് സിംഗ് എന്ന് പറയുന്ന ആള്, കാത്തലിക് പാനോ. കാരണം ഈ സ്വാമിജി കൊന്നിരിക്കുന്ന പ്രതികൾ നമ്മൾ നോക്കിയാലും കാത്തലിക് പാനോകൾ ആ കൂട്ടത്തിലുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അയാള് BJP MP ജാതി നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തടഞ്ഞു ഇദ്ദേഹത്തിനെ. അപ്പോൾ സരസ്വതി, ലക്ഷ്മണാനന്ദ സരസ്വതി, ഈ സുഗ്രീവ് സിംഗ് അന്ന് ആ കാലത്ത് രാഷ്ട്രീയ നേതാവാണ് അവിടെ. ലക്ഷ്മണാനന്ദ സരസ്വതി, ഡ്രൈവർ, അംഗരക്ഷകൻ, ഇത്രയും പേർക്ക് പരിക്ക് പറ്റി ആ ആക്രമണത്തിൽ. ലക്ഷ്മണാനന്ദ സരസ്വതിക്കും സംഘത്തിനും നേരെ. ഇത് തലേ വർഷം നടന്ന ആക്രമണമാണ്. അപ്പൊ സ്വാമിജി പറഞ്ഞു, എന്നെ ഈ ആക്രമിച്ചതിന്റെ പിന്നിൽ രാജ്യസഭ MP ആയ രാധാകാന്ത നായക് ആണ് ഇതിന്റെ ആസൂത്രകൻ എന്ന് സ്വാമി പറഞ്ഞു. ഹിന്ദു ആണല്ലോ പേരുണ്ട്. ആ രാധാകാന്ത നായക് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ MP ആ. അയാളാണ് ഈ സൂത്രധാരൻ. കോൺഗ്രസ് ഇവരുടെയൊക്കെ ആളാണല്ലോ. അപ്പോ സൂത്രധാരൻ എന്ന് പറഞ്ഞു. അല്ല, രാധാകാന്ത നായക് ഹിന്ദു ആണല്ലോ എന്നാണോ പറഞ്ഞത്? അതെ. ഈ നായക്ക് ക്രിസ്ത്യൻ വേൾഡ് വിഷൻ എന്ന് പറഞ്ഞ TV-യിലൊക്കെ കാണില്ലേ, വേൾഡ് വിഷൻ സുവിശേഷം, അതിന്റെ മേധാവിയാ. ശരി, ഹിന്ദു പേരാണ്. ഇപ്പോൾ നമ്മുടെ കന്യാസ്ത്രീകൾ പറയുന്ന പോലെ അല്ല, ഈ കന്യാസ്ത്രീകളുടെ ഈ ഛത്തീസ്ഗഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന കുട്ടികളുടെ കാര്യത്തിൽ സഭ പറയുന്നത്, കന്യാസ്ത്രീകളുടെ പേരല്ല, സഭ പറയുന്നത് അവർ ഹിന്ദു പേരുണ്ടായിരുന്നെങ്കിലും അവർ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ പേര് മാറ്റൂല. കാരണം മതം മാറണമെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ട് അവിടെയൊക്കെ. കാരണം അപേക്ഷ കൊടുക്കണം, 3 മാസം കാത്തിരിക്കണം, കളക്ടറുടെ ഹിയറിങ്ങിന് പോകണം. അതൊന്നും ചെയ്യാതെ അവരെങ്ങും മതം മാറ്റി എന്ന് പറയും, എന്നിട്ട് ഹിന്ദു പേരിൽ ജീവിക്കും, ഹിന്ദുക്കൾക്കുള്ള ആനുകൂല്യവും മേടിക്കും. അപ്പോൾ വേൾഡ് വിഷൻ എന്നുള്ളത് ഒരുപാട് വേൾഡ് വിഷൻ ഒരു വലിയ സ്ഥാപനമാണ്. അതെ, വേൾഡ് വിഷന്റെ മേധാവി ആയിരുന്നു ആ സമയത്ത് രാധാകാന്ത നായക്. അപ്പോ ഈ രാധാകാന്ത നായക്കാണ് ഇതിന്റെ പിന്നിൽ നിന്ന് സ്വാമിജി പറഞ്ഞു. എന്നിട്ട് സ്വാമിജി പറഞ്ഞു, എനിക്കെതിരായ 7ാമത്തെ വധശ്രമമാണ് ഈ നടന്നത്. 7ാമത്തത്. ഇനി 8ാമത്തതാണ് നമ്മൾ പറയുന്നത് സ്വാമിജി കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് സ്വാമിജിക്ക് ഭീഷണി വന്നു. സ്വാമിജിക്ക് ആവശ്യമായ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നില്ല കോൺഗ്രസ് സർക്കാർ. 2008 ഈ ജന്മാഷ്ടമി ദിവസമാണ് ഈ കൊലപാതകം നടക്കുന്നത്. ജന്മാഷ്ടമി ദിവസം അദ്ദേഹം ഫുൽബനിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ തുമുദി ബന്ദില് കന്യ ആശ്രമത്തിലേക്ക് പോവുമായിരുന്നു. കന്യാ ആശ്രമം എന്ന് പറയുന്നത് ഈ VHP ഒക്കെ നടത്തുന്ന ഗേൾസ് സ്കൂളിനാണ് കന്യാ ആശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ആ VHPയുടെ സ്കൂൾ സന്ദർശിക്കാനായിട്ട് അദ്ദേഹം പോകുന്നത് ശിക്ഷകളും ഒക്കെ ഉണ്ടല്ലോ, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാമിജിയെ അവിടെ വെച്ചിട്ടാണ് ഇവർ ആക്രമിക്കുന്നത്. 30-40 പേര് അടങ്ങുന്ന സംഘം, 4 ശിഷ്യനും കൊല്ലപ്പെട്ടു അന്ന്. അപ്പോൾ 130 പെൺകുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. 30-40 പേരുള്ള സംഘം വന്നു. 4 പേരുടെ കയ്യിൽ AK-47 ഉണ്ടായിരുന്നു. അത് ശരി, മാവോയിസ്റ്റുകൾ. പിന്നെ ബാക്കിയുള്ളവരുടെ കയ്യിൽ പ്രാദേശിക റിവോൾവറുകൾ, നാടൻ റിവോൾവറുകളാണ് ഉണ്ടായിരുന്നത്. സ്വാമിജിയുടെ 4 അംഗരക്ഷകരിൽ 2 പേര് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു ആ ഗ്യാപ്പിലാണ്. അപ്പൊ വിവരമൊക്കെ മാവോയിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് ആരോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം. അപ്പൊ ബാക്കി 2 പേരുടെ കൈകള് പുറകോട്ട് കെട്ടിയിട്ടാണ് ഈ മാവോയിസ്റ്റുകൾ സ്വാമിജിയും സംഘത്തിനെയും ഈ 4 ശിഷ്യന്മാരെയും കൊല്ലുന്നത്. പാനോ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞില്ലേ, അത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് മതം മാറിയ ആളുകളാണ്. പട്ടികജാതി, അതാണ് പാനോ എന്ന് പറയുന്നത്. മതം മാറിയവര്, മതം മാറ്റിയവർ. അതെ. അപ്പൊ ഗോണ്ട് ട്രൈബുകളിൽ നിന്ന് അവിടെ മതം മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗോത്രവർഗങ്ങളെയാണ് ഈ ഒഡീഷയിലെ ഈ ഖാന്തമാളില് ഈ ഛത്തീസ്ഗഡിലെ പോലെയൊക്കെ ചെയ്തിരിക്കുന്നത്, ഗോണ്ട് ട്രൈബുകൾ. അപ്പൊ അവർക്ക് കുയി സമാജ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഗോണ്ടുകൾക്കിടയിൽ ഹിന്ദുക്കളും നാടാർമാർക്കിടയിൽ നിന്നുള്ള പോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്, മതം മാറ്റപ്പെട്ടവരുണ്ട്. ഒരു വീട്ടിലും അങ്ങനെ ഉണ്ടായിന്ന് വരും. അവര് കത്തോലിക്ക പാനോകളെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഹിന്ദു ഗോണ്ടുകൾ ഈ VHPയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. അവരുടെ കുയി സമാജവും ഹിന്ദുക്കളുടെ
കൂടെയാണ് ഉണ്ടായിരുന്നത്. അവർ ഈ പാനോ കത്തോലിക്കരെയൊക്കെ ആ ഭാഗത്ത് ആക്രമിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റുമുട്ടലുകളൊക്കെ ആ ഭാഗത്ത് ഉണ്ടാവുമായിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷം SIT രൂപീകരിച്ചു. ഇതാരാണ് ചെയ്തത് അവരെയൊക്കെ പിടിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ പിടിക്കപ്പെട്ട ഒരാൾ പ്രദേശ് കുമാർ ദാസ്, വേൾഡ് വിഷനിലെ ജീവനക്കാരനാണ്. പിന്നെ വിക്രം ദിഗൽ, വില്യം ദിഗൽ, ഇത് അവരെ തീവ്രവാദി കത്തോലിക്കനായ ലാൽ ദിഗലിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടി പോലീസ്. വിക്രം ദിഗൽ, വില്യം ദിഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാരാണ്. എന്ന് പറഞ്ഞാൽ കത്തോലിക്കരാ. വിക്രം എന്ന് വിചാരിച്ചിട്ട് ഹിന്ദു അല്ല. പിന്നെ 28 പേരെയും കൂടി പ്രതികളാക്കിയിട്ടാണ് കേസ് നടന്നത്. പാനോ കത്തോലിക്കര് ചില മാവോയിസ്റ്റുകൾക്ക് പാനോ കത്തോലിക്കർ ചില മാവോയിസ്റ്റുകൾക്ക് കോഴ കൊടുത്തതായിട്ട് മാവോയിസ്റ്റ് പാർട്ടി ആ കാലത്ത് സമ്മതിച്ചു. കോഴ കിട്ടിയിട്ടുണ്ട് പാനോ കത്തോലിക്ക സ്വാമിയെ കൊല്ലാൻ വേണ്ടി. വേൾഡ് വിഷനും ഒക്കെ വഴിയായിരിക്കുമല്ലോ അത് ചെയ്തത്. അപ്പൊ ആസാദ് മാവോയിസ്റ്റ് പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി, അതിന്റെ നേതാവാണ് ആസാദ്. നേരത്തെ പറഞ്ഞ റാവു, അയാള് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മാവോയിസ്റ്റുകളാണ് കൊന്നത് എന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. CPI മാവോയിസ്റ്റ് നേതാവ് സബ്യസാജി പാണ്ഡെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മാവോയിസ്റ്റുകളാണ് ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊന്നത് എന്ന് പറഞ്ഞു. ഈ അറസ്റ്റിലായ അശുതോഷ് തുഡു മാവോയിസ്റ്റ്, അയാൾ ഈ മാവോയിസ്റ്റുകളുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. ഈ സ്വാമിജിയെ കൊല്ലാൻ നേതൃത്വം കൊടുത്തത് ഒരു പോളിറ്റ് ബ്യൂറോ അംഗം. കാശ് മേടിച്ചിട്ടാണ് അതാണ് ചെയ്തത്. മാവോയിസ്റ്റ് ദമ്പതിമാര് സുരേന്ദ്ര റുപ്പി പിടിക, രണ്ടുപേര്, റുപ്പി പിടികയും സുരേന്ദ്രയും ഭർത്താവ്, അവർ കീഴടങ്ങി ഞങ്ങൾ കൊല്ലാണെന്ന് പറഞ്ഞിട്ട്. ഈ റുപ്പി പീഡികയുടെ ശരിയായ പേര് ജയ വെങ്കാവർ എന്നാണ്. ജയ വെങ്കാവർ എന്നാണ്. 4 മാവോയിസ്റ്റുകൾ ഛത്തീസ്ഗഡിൽ പിടിയിലായി. ഛത്തീസ്ഗഡിൽ നിന്ന് 4 മാവോയിസ്റ്റുകൾ പിടിയിലായി ഇവിടെ നടന്ന സംഭവത്തില്. ആസാദിന്റെ പേര് ഡാന കേശവ് റാവു എന്നാണ്. ആസാദ് ഇതില് ഉത്തരവാദിത്വം ഏറ്റെടുത്ത മാവോയിസ്റ്റ് ആസാദ് ഡൂണ കേശവ് റാവു. അയാളുടെ നേതൃത്വത്തിൽ 6-അംഗ ടീം ആണിതിന് നേതൃത്വം കൊടുത്തതെന്ന് കണ്ടെത്തി. സ്വാമിയെ കൊല്ലുന്നതിന് 7 പാനോ കത്തോലിക്കരെ ശിക്ഷിച്ചു. പിന്നെ ആന്ധ്രയിലെ ഈ മാവോയിസ്റ്റിനെ ശിക്ഷിച്ചു. 8 പേരെയാണ് ശിക്ഷിച്ചത്. 8 പേരുടെ ജീവപര്യന്തം അപ്പീലിലും ശരിവെച്ചു. ജയിലിലാണ്. സ്വാമിജിയുടെ കൂടെ കൊല്ലപ്പെട്ട ആളുകളുടെ പേര്: കിഷോർ ബാബ 45 വയസ്സ്, അമൃതാനന്ദ് ബാബ 62 വയസ്സ്, മാതാ ഭക്തിമയി 40 വയസ്സ്, പുരഞ്ജൻ ഗന്ധി 28 വയസ്സ്. അത് ഈ കന്യാശ്രമത്തിലെ ഒരു അന്തേവാസിയായ പെൺകുട്ടിയുടെ സഹോദരനായിരുന്നു ഈ പുരഞ്ജൻ ഗാന്ധി, 28 വയസ്സ്, കൊല്ലപ്പെട്ടത്. ഇങ്ങനെ മാവോയിസ്റ്റുകൾ സഭയ്ക്ക് വേണ്ടി, വേൾഡ് വിഷനും ഒക്കെ വേണ്ടി കൊന്നതാണ് കാന്തമാലിലെ ലക്ഷ്മണാനന്ദ സരസ്വതി. 2026 മാർച്ച് 31 ഇന്ത്യയിൽ റെഡ് ടെററിസം, മാവോയിസം അവസാനിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. മാവോവാദികളെ ഉരുക്കുമുഷ്ടി കൊണ്ട് കൈകാര്യം ചെയ്യുകയാണ്, വെടിവെച്ച് കൊല്ലുന്നുണ്ട്. സഭയ്ക്ക് വല്ലാതെ വിഷമം ഉണ്ടാവും. വല്ലാത്ത വിഷമമുണ്ട്. കാരണം സഹായം കിട്ടുന്നില്ലല്ലോ. കാരണം ഈ ഗർഭാപസിക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്വാമിമാരെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും മാവോയിസ്റ്റുകളെ ഉപയോഗിച്ച് തടയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാശ് കൊടുത്താൽ മതി. അതിന്റെ സങ്കടമൊക്കെയാണ് കഴിഞ്ഞ ദിവസം ജ്യോതി എന്ന് പറഞ്ഞ ദുർഗാവാഹിനിയുടെ നേതാവാണ് ഇവരെ ചീത്ത പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മനോരമയൊക്കെ കൊണ്ടാടിയത്. എങ്ങനെ ചീത്ത പറയാതിരിക്കും? ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ വിധി അവർക്ക് നല്ല ഓർമ്മയുണ്ടാവില്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.